ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുലർക്കാലം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുകയാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമഹിമകൾ വർണ്ണിക്കുവാനും ദൈവത്തിനായി പാടുവാനും പ്രവർത്തിപ്പാനും ഈ ദിവസത്തിൽ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുക എന്നതാണ്. നമുക്കൊരു വാക്യം വായിക്കാം. റോമരുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തിരുന്നതായ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തു തനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. രോഗികളെ സൗഖ്യമാക്കി, മുടന്തനെ നടത്തി, കുരുടന് കാഴ്ച കൊടുത്തു, അങ്ങനെ അനേകം അത്ഭുത പ്രവർത്തികൾ ചെയ്തു. എന്നാൽ ഇവയൊന്നും സ്വന്തം താല്പര്യത്തിനായിട്ടായിരുന്നില്ല, പകരം യേശുവിനെ അയച്ച പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിനായിരുന്നു. ഈ ഭൂമിയിൽ യേശു ജീവിച്ചത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്റെ പിതാവിനെ അനുസരിച്ചും കൊണ്ടായിരുന്നു. യേശുവിന്റെ പ്രവർത്തനങ്ങൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ളതല്ലായിരുന്നു. ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ശുദ്ധമായിരുന്നു. എല്ലാവരോടും ദയയുള്ളവനായിരുന്നു. പ്രവർത്തനങ്ങൾ വിനയത്തോടു കൂടിയവ ആയിരുന്നു. യേശു തന്റെ ദയാപ്രവർത്തനങ്ങളിലൂടെ, സ്നേഹമുള്ള വാക്കുകളിലൂടെ തൻ്റെതായ ഒരു അടയാളം ഈ ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പുതിയ തലമുറകളിലുള്ളവർ പോലും യേശുവിനെ ഇപ്പോഴും ആരാധിക്കുന്നു. ആ ഒരു അനുഭവത്തിലേക്കാണ് യേശുവിന്റെ പ്രവർത്തനങ്ങൾ ഉയർത്തിയത്. യേശുവിനെ പോലെ നമ്മളും ദയയും വിനയുമുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കുകയും മറ്റുള്ളവരോട് സ്നേഹത്തോട് പെരുമാറുകയും നമ്മുടെ പ്രവർത്തനങ്ങളും ചിന്തകളും ഉദ്ദേശശുദ്ധി ഉള്ളതും സത്യസന്ധവുമാണ് എങ്കിൽ നമുക്കും നമ്മുടേതായ ഒരു അടയാളം ഇവിടെ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിലൂടെ നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനായി നാം ക്രിസ്തുവിനെ മാതൃകയാക്കണം. അതിനായി നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടപാടുകൾ കർശനമായും ക്രിസ്തുവിൻ്റെതുപോലെ സത്യസന്ധമായിരിക്കണം. വളരെ ചെറിയ കാര്യത്തിന് പോലും മറ്റുള്ളവരെ വഞ്ചിക്കുകയോ മറ്റുള്ളവരോട് അസത്യം പറയുകയോ ചെയ്യരുത്. നാം ചെയ്യുമെന്ന് വാക്കുകൊടുത്ത കാര്യങ്ങൾ അവ നമുക്ക് നഷ്ടം വരുത്തുമെങ്കിൽ പോലും നാം അവ ചെയ്തിരിക്കണം. നമ്മുടെ ചിന്തകളോ വികാരങ്ങളോ ഒന്നും നമ്മെ പ്രലോഭിപ്പിക്കരുത്. നാം ആ പ്രലോഭനത്തിന് അടിമപ്പെടരുത്. കാരണം നമ്മുടെ വാക്കുകളോ നമ്മുടെ പദ്ധതികളോ നാം മാറ്റി പറയുമ്പോൾ നമ്മൾ വിശ്വാസയോഗ്യരല്ല എന്ന് മറ്റുള്ളവർ കരുതും. ചെറിയ കാര്യങ്ങളിൽ വിശ്വസിക്കാൻ പറ്റാതെ വരുമ്പോൾ വലിയ കാര്യങ്ങളിൽ പിന്തിരിയുന്നവരായി അവർ നമ്മളെ കണക്കാക്കും. കർത്താവ് നമ്മൾ ന്യായവും ദയയും സത്യവും നീതിയും പ്രവർത്തിക്കുന്നവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകയും അതുതന്നെയാണ്. അവൻ ചെയ്ത പ്രവർത്തനങ്ങളും എല്ലാം ദയയും സത്യവും നീതിയും ഒക്കെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ആ മാതൃകയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നാമും അപ്രകാരം ദയയും സത്യവും നീതിയും ഉള്ളവരായി പ്രവർത്തിക്കുന്നവരായി തീരണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്നത്തെ വിശ്വാസ സമൂഹം സഭയെ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ ഉറപ്പും ഗുണങ്ങളെ കൈവിട്ട് കളഞ്ഞിരിക്കുകയാണ്. ആരോഗ്യകരവും ഉറപ്പുള്ളതുമായ സ്വഭാവം രൂപപ്പെടുത്തുന്നതിന് വേണ്ടതായ രീതികളും പദ്ധതികളും നടപ്പിലാക്കുവാൻ അവർക്ക് കഴിവില്ലാതായിരിക്കുന്നു. ക്രിസ്തുവിനെ ആശ്രയിക്കുന്നവർക്ക് ഇവയെല്ലാം സാധ്യമാകുന്നു. ആരോഗ്യകരവും ഉറപ്പുള്ളതുമായ സ്വഭാവം ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ദയയും വിശ്വസ്തതയും നീതിയും ന്യായവും സ്നേഹവും ഉള്ളവരായി ക്രിസ്തുവിന്റെ ഭാവവും സ്വഭാവവും പ്രതിഫലിപ്പിക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സർവശക്തനായ പിതാവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രഭാത ചിന്ത ഏവർക്കുമായി പങ്കുവെച്ചുകൊണ്ട് യേശുക്രിസ്തുവിൽ അഭയം തേടുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്തോത്രം. ഹല്ലേലൂയ. ഈ നല്ല ദിവസത്തിൽ കർത്താവേ അവിടുത്തെ ചിന്തകൾ പങ്കുവെക്കുവാൻ, അവിടുത്തെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യുവാൻ തക്കോണം അവിടുത്തെ തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന പശ്ച അങ്ങേപോലെ സത്യവും നീതിയും ദയവും മനസ്സലിവും സ്നേഹവുമുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് അടിയങ്ങളുടെ മേൽ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ മാതൃകയാക്കി മുന്നോട്ട് പോകുവാൻ അവിടുത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവിതത്തെ മാതൃകയാക്കി ജീവിപ്പാൻ ഇന്നത്തെ ദിവസം തീരുമാനമെടുക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പലവിധ ആവശ്യങ്ങൾക്കായി കർത്താവെ ഹല്ലേലൂയ ഓരോ സഹോദരങ്ങളും പോകുമ്പോൾ അവിടുന്ന് തിരുസാന്നിധ്യം അവളോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിറന്നാൾ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പച്ച സ്തോത്രം. ഹല്ലേലൂയ. പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പച്ച, മനോഭാരം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പച്ച സ്തോത്രം. എല്ലാവരെയും അവിടുത്തെ വചനം അയച്ച് വേണ്ടും വിധം കർത്താവെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് കർത്താവെ വേഗത്തിൽ പരിഹാരങ്ങളെ നൽകി കർത്താവെ സ്തോത്രം. പരീക്ഷണങ്ങളിൽ നിന്നൊക്കെയും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾക്കായി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പച്ച സ്തോത്രം. വിജയത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടുത്തെ കൃപകളാൽ അടിയങ്ങൾ എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും അവിടുത്തെ കണക്കിലെടുക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവ് വേഗത്തിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച സ്തോത്രം. ഹല്ലേലൂയ. അടിയങ്ങളെ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കണമെന്നും യാചിക്കുന്നു. സർവ്വവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.